ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് എല്ലാം കഴിയാറായി. അന്നേരം മൊത്തത്തിലുള്ള ലോകകപ്പ് മത്സരങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തലെന്താ? ഗ്രൂപ്പ് ഘട്ടങ്ങളിപ്പം ഞായറാഴ്ചയോട് കൂടിയിട്ട് അവസാനിക്കും. ചാമ്പ്യന്മാർ അർജന്റീന കളി ഞായറാഴ്ച ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7:30-ക്കുണ്ട്. പിന്നെ മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിൻ്റെ കളി നാളെ ഉണ്ട്. ഫ്രാൻസിൻ്റെ കളി ഇന്ന് വൈകുന്നേരം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ മികച്ച കളി പുറത്തിരിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ തൊട്ട് പിന്നാലെയുണ്ട്, ഏഷ്യൻ രാജ്യങ്ങൾ തൊട്ട് പിന്നാലെയുണ്ട്. അർജന്റീനയുടെ ഒരു കളി മികവിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അർജന്റീന കളി എന്ന് പറഞ്ഞാൽ നല്ല ടീമാണ്. അർജന്റീനൻ്റെ കോച്ച് സ്കലോണിനെ ഇറക്കിയിരിക്കുന്ന നല്ല മികച്ച ടീമിനെയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സാക്ഷാൽ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇതിലുള്ള ഒരു ഗോൾ പോലും വഴങ്ങാതെ 2 മത്സരങ്ങൾ പൂർത്തിയാക്കി. ഞായറാഴ്ചയും സമാനമായ സംഭവങ്ങൾ 3-4 ഗോളുകൾ മെസ്സിയുടെ അർജന്റീന ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അടുത്ത നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ഓൾറെഡി അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കയറി കഴിഞ്ഞു. ഈ അർജന്റീനൻ ടീമിൽ ഈ മെസ്സിയെ കൊണ്ട് മാത്രം ഗോൾ അടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ താങ്കൾ കാണുന്നു? മെസ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നില്ല, അത് അവസരങ്ങൾ കൂടുതൽ മെസ്സിയിലേക്ക് ഒരു പാസ് അങ്ങോട്ട് ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഈ തൊട്ടുമുമ്പ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ 7 ഗോളുകൾ അടിച്ചത് പിന്നെ ലൗട്ടാരോ മാർട്ടിനസ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സ്പെയിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നോർവേക്ക് വേണ്ടി 28 വർഷമായിട്ട് പിന്നെ യോഗ്യത നേടിയ പിന്നെ നോർവേക്ക് വേണ്ടി നമ്മൾ അതേ ക്ലബ്ബ് ഫുട്ബോളിലൊക്കെ മാത്രം പരിചയമുള്ള ഹാളൻഡിലാണ് അവർ കൂടുതൽ ഗോളടിക്കാൻ മറ്റ് ടീമുകൾ അവസരം കൊടുക്കുന്നത്. അതിൽ എംബാവയ്ക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവരെ ആ ടീമിനെ ആ ഒത്തണക്കത്തോടെ നയിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പാസ് എത്തുന്നതുകൊണ്ടാണ് അവർ ഗോളുകൾ അടിച്ചു കൊടുക്കുന്നത്. അർജന്റീന കപ്പടിക്കുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു? ഉറച്ചു വിശ്വസിക്കുന്നു. 100% അർജന്റീനയ്ക്ക് തന്നെയാണ് തുടർച്ചയായി 2ാം വട്ടവും അർജന്റീന തൂക്കിയിരിക്കും എന്നാണ് ഒരു വിശ്വാസം. അർജന്റീനയ്ക്ക് തന്നെയാണ് ഒരു നല്ല ടീമാണ് അർജന്റീന, നല്ല ഒത്തണക്കത്തോടെ കഴിയുന്നു. മെസ്സിയുടെ ലാസ്റ്റ് ലോകകപ്പാണ്, അത് തന്നെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അർജന്റീന തന്നെ തീർച്ചയായും കപ്പടിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാ ആരാധകരെയും വിശ്വാസം. അർജന്റീന ഫൈനലിലെത്തുമ്പോൾ ഈ എതിരാളികൾ ഏത് ടീമാവാനാണ് താങ്കൾ ഒരു ആരാധന നില ആഗ്രഹിക്കുന്നത്? എതിരാളികള് ഒന്നെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ശക്തികളായ ഫ്രാൻസ്, ജർമ്മനി. ഇതിൽ ആരെങ്കിലും ജർമ്മനി തന്നെ ആകണമെന്നാണ് നമ്മുടെ ഒരു. അങ്ങനെയല്ല, സാധ്യത വരുന്നതല്ല. അങ്ങനെ ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ സാധ്യതകൾ വരുന്നതാണ്. ഏത് ടീമും വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അത് ജർമ്മനി വരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. 2014 ജർമ്മനി ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയിരുന്നു. അതൊരു പ്രതികാരം എന്ന നിലയ്ക്ക് ജർമ്മനിയെ തിരിച്ചു തോൽപ്പിച്ച് 2ാമത് കിരീടം നിലനിർത്തുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്കൾ ഈ ബ്രസീൽ എതിരാളികളായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു? അല്ല, ബ്രസീല് മികച്ച ടീമുകളാണ്, കുഴപ്പമൊന്നുമില്ല. അവർ ആ സാമ്പാർ നൃത്ത ചൂടുകളൊക്കെ ഈ കായിക പ്രേക്ഷികളെ ആനന്ദം കൊള്ളിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴികളിൽ ബ്രസീലും വന്നേക്കാം. അപ്പോൾ അതിന്റെ ഫിക്ചറും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ബ്രസീല് ഒന്ന് നമ്മൾ രാജ്യാന്തര ശക്തികളാണല്ലോ, 2ഉം ക്ലിയറാണ്. ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് ടീമുകൾ വിജയിക്കുകയാണെങ്കിൽ സെമിയിലെത്താനാണ് സാധ്യത. സെമിയിൽ ഒരു മികച്ച കളി നമുക്ക് പ്രതീക്ഷിക്കാം. സെമിയിൽ മികച്ച കളി. പിന്നെ താങ്കൾ ഒരു അർജന്റീന ആരാധകനായി ബ്രസീലിന്റെ കളി മികവിനെ കുറിച്ച്? ബ്രസീലിന്റെ കളി കുഴപ്പമൊന്നുമില്ല. ആദ്യ കളിയിൽ മൊറോക്കോയായിട്ട് സമനില കഴിഞ്ഞ് മറ്റു 2 കളികളും മിന്നും വിജയമാണ് ബ്രസീൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ ആണ് 2 പേരും. അപ്പോൾ അവർ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ ലോകകപ്പ് ആയ പിന്നെ ലൈബ്രറികളെല്ലാം സജീവമായിട്ട് വീടുകളിൽ നിന്ന് ആരും കളി കാണുന്നില്ല. കൂടുതലും ലൈബ്രറികൾ അങ്ങനെ ഓപ്പൺ സ്റ്റേജുകളിലാണ് ഇതുകൂടെ കളികൾ കാണുന്നത്. അതിനെക്കുറിച്ച് കേരളത്തിലെ ഈ കാൽപന്ത് കളിയുടെ ഒരു ആവേശമില്ല? അത് ഇപ്പം ലൈബ്രറികളും പിന്നെ ഇതേപോലെ മറ്റ് സ്പെയിനിൽ ടൗണിലൊക്കെയാണ്. അതാണ് ഒരു കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ആവേശത്തോടു കൂടി ഈ അടച്ച മുറിയിൽ ഇട്ട് കാണാൻ പറ്റുന്ന ഒരു ഒന്നല്ല.
അപ്പൊ വീടുകളിലേക്കാണെങ്കിൽ അവര് ഇപ്പം വീട്ടമ്മമാരാണ് സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നും കവലകളിലും അതേപോലെ ക്ലബ്ബുകളിലും കാണാനാണ് അതിന്റെ ഒരു വെറൈറ്റി മോഡൽ. അതാണ് 2 മണിക്കൂർ നിറഞ്ഞ് നമ്മളങ്ങനെ ആസ്വദിച്ചങ്ങ് കാണും. നമ്മുടെ ഇപ്പോൾ അമേരിക്കയിലാണ് കളി നടക്കുന്നത്. അന്നേരം അമേരിക്ക, മെക്സിക്കോ, കാനഡയിലാണ് കളി നടക്കുന്നത്. അന്നേരം നമ്മുടെ ഈ സമയക്രമമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. അന്നേരം ഈ കൂടുതലും മികച്ച ടീമുകളിലേക്ക് കളികളൊക്കെ രാവിലെ 3:30-ക്കൊക്കെ വരുന്നത്. അന്നേരം ഈ ലൈബ്രറികളിലേക്ക് കിടന്നിട്ട് ഉറങ്ങിയിട്ട് അലാറം വെച്ച് എഴുന്നേറ്റ് കളി കാണുന്നു. അന്നേരം അങ്ങനെയുള്ളവർക്ക് ഒരു അനുഭവം താങ്കളുടെ എക്സ്പീരിയൻസ്? അത് ഇപ്പം ഇന്ത്യൻ സമയം അനുസരിച്ച് ഉള്ള കളികൾ കൂടുതലും പുലർച്ചെയാണ്. അപ്പൊ ഫുട്ബോൾ കളികളെല്ലാം എത്ര സമയത്താണല്ലോ ഒരു ആവേശമാണ്. അപ്പം ലൈബ്രറി ചെന്ന് ഇറങ്ങി കളി കാണുന്നത് ഒരു പണ്ട് മുതലേ നമ്മൾ നടത്തിയ ഇതാണ്. പ്രത്യേകിച്ച് 3 രാജ്യങ്ങളൊക്കെ ആകുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് വെളുപ്പിനാണ് കളി മൊത്തം നടക്കുന്നത്. അപ്പോൾ അത് ആവേശത്തോടു കൂടി കാണാൻ ഒരു അനുഭവമാണ്. ഒരു ലൈബ്രറി വന്ന് എല്ലാവരും കൂടി ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കളി വിലയിരുത്തലുകളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ കാൽപന്ത് കളി നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഒന്ന് കൂട്ടിയുറപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് നമ്മൾ കാണും. തീർച്ചയായിട്ടും സൗഹൃദങ്ങളും ഇപ്പം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുന്ന സമയങ്ങളിൽ ആണ് കളി നടക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അവർക്ക് അവരുടെ കാര്യങ്ങളും സൗഹൃദവും പഴയ കാര്യങ്ങളിലൊക്കെ തിരിച്ചു വെക്കാൻ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് ഈ കാൽപന്ത് കളി എന്ന് പറയുന്നത്.